പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളിലെ യുവജന നേതാക്കൾ അതത് പാർട്ടി വിട്ടു. ഒരാൾ ഡോക്ടർ പി സരിനാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടത് ഒക്ടോബർ 17-നായിരുന്നു. ഒക്ടോബർ 17-നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഞാൻ കോൺഗ്രസ് വിടുന്നു, ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന്. ഇപ്പോഴിതാ കൃത്യം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ BJP നിന്നും ഒരു പ്രമുഖ യുവജന നേതാവ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു. കൃത്യം ഒരു മാസത്തിൻ്റെ ഇടവേള. ഈ രണ്ട് വാർത്തയും അതാത് ദിവസം മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതൊരു ചർച്ചയ്ക്ക് വിഷയമാകേണ്ട സംഭവം തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഒരേ റേഞ്ചിലുള്ള രണ്ട് നേതാക്കൾ. ചിലപ്പോൾ ഒരു പടി കൂടി മുകളിലാണ് ഡോക്ടർ പി സരിൻ. ഡോക്ടർ പി സരിൻ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ BJPയുടെ മുൻ വക്താവാണ്, BJPയുടെ വെറും സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രം. പക്ഷേ BJPക്കെതിരെ കലാപമുയർത്തി എന്നതുകൊണ്ട് മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നതും മറച്ചു വയ്ക്കുന്നില്ല. ഈ രണ്ട് സംഭവത്തെയും ഈ രണ്ട് നേതാക്കളും പാർട്ടി വിടുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്നത് വളരെ കൗതുകകരമായിരിക്കും. ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ അന്തിച്ചർച്ച കണ്ടു. ആ അന്തിച്ചർച്ചയിൽ വിഷയം സന്ദീപ് വാര്യർ BJP വിട്ടതാണ്. സന്ദീപ് വാര്യരെ മഹത്വവൽക്കരിക്കാൻ വെറുപ്പിൻ്റെ കടയിൽ നിന്നും ഇതാ ഒരാൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദീപ് വാര്യരുടെ വരവിനെ മഹത്വവൽക്കരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചത് നാം കണ്ടതാണ്. ഇന്നത്തെ പത്രത്തിലും അതുപോലെയുള്ള വാർത്തയുണ്ട്. എന്നാൽ ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് LDFനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം CPMനോടൊപ്പം വന്ന ഘട്ടത്തിൽ അന്നത്തെ അന്തിച്ചർച്ചാ വിഷയം പക്ഷേ ഡോക്ടർ സരിൻ ആയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ CPMലേക്ക് വന്നത് ഇത്ര വലിയ വാർത്തയാകുകയും അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കാതിരിക്കുകയും ചെയ്തത്? അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഇന്നത്തെ സ്വഭാവം വിളിച്ചു പറയുന്നു എന്ന്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ UDFൻ്റെ ഘടകകക്ഷികളാണ് എന്ന് പറയാൻ കാരണം. ഇനി അന്നത്തെ ദിനപത്രം, പ്രധാനപ്പെട്ട രണ്ട് പത്രം, മാതൃഭൂമിയും മലയാള മനോരമയും, ഇന്നത്തെ രണ്ട് പത്രം മാതൃഭൂമിയും മലയാള മനോരമയും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം മാതൃഭൂമി. ഒക്ടോബർ 18-ൻ്റെ മാതൃഭൂമി ദിനപത്രം ഒന്നാം പേജ് പരസ്യമാണ്. രണ്ടാം പേജിലെ പ്രധാന പേജിൽ എന്ന് വെച്ചാൽ ഒന്നാം പേജിൽ ഒരു കോളം വാർത്ത, ഒരു ഗ്രാഫിക് ഡിസൈനോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി. ആ ഒരു വാർത്ത മാത്രം. അത് കഴിഞ്ഞ് പിന്നീട് ഒരു വാർത്ത, ഒരു കോളം വാർത്ത കൊടുത്തിരിക്കുന്നത് 10-ാം പേജിൽ മാത്രമാണ്. ഇനി ഇടതിനൊപ്പം സരിൻ, സരിൻ്റേത് CPM നരേറ്റീവ് എന്ന് സതീശൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ആ വാർത്തയ്ക്കൊപ്പം സതീശൻ്റെ പ്രതികരണവും ചേർത്തിട്ടുണ്ട്. അതാണ് ആകെ വന്ന വാർത്ത. ആ വാർത്തയെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വാർത്തയെ ഒന്ന് കുറച്ച് കാണിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പര്യടനത്തിൻ്റെ വലിയ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ടത് ഒരു കാര്യവുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പര്യടനത്തിന്, ഇലക്ഷൻ പര്യടനത്തിന് വലിയ ആൾക്കൂട്ടമുണ്ട് എന്ന് കാണിക്കാൻ സമാന്തരമായി തന്നെ തൊട്ടടുത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പര്യടനത്തിൻ്റെ വലിയൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് PK ഫിറോസിനെയും കാണാം. ആൾക്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ എന്നാണ് വലിയ വാർത്ത. ആ വാർത്തയ്ക്ക് താഴെ സരിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന വാർത്ത കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സരിൻ്റെ നിലപാടനുസരിച്ച് തീരുമാനമെന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും വാർത്ത കൊടുത്തിട്ടുണ്ട്. അതും ഒരു കോളം വാർത്ത. കോൺഗ്രസിനെ പുറത്താക്കിയത് ഒരു കോളം വാർത്ത. നേരത്തെ പോകാൻ തീരുമാനിച്ചയാൾ എന്ന VD സതീശൻ്റെ പ്രതികരണം വലിയൊരു നീളമുള്ള വാർത്തയായി കൊടുത്തിട്ടുണ്ട്. സരിനെ കുറിച്ചുള്ള മറ്റൊരു വാർത്ത 2 കോളത്തിൽ സരിൻ്റെ ഫോട്ടോയോട് കൂടി. ഇനി ഇടതിനൊപ്പം സരിൻ, സരിൻ്റേത് CPM നരേറ്റീവ് സതീശൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാം അപ്പുറവും ഇപ്പുറവും പറഞ്ഞുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തയാണ്. അതിലേറ്റവും പ്രധാനം സരിൻ്റെ ഈ വാർത്തയ്ക്കൊപ്പം കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പര്യടനത്തിൻ്റെ ഫോട്ടോയാണ്. ആൾക്കൂട്ടത്തിൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ഇനി നമുക്ക് നവംബർ 17-ന് ഇന്നത്തെ മാതൃഭൂമി പത്രം എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന വാർത്ത കൈകാര്യം ചെയ്തത് എന്ന് നോക്കാം. ഒന്നാം പേജിൽ 2 കോളം വലിയ വാർത്ത, ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. അന്ന് ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന ഘട്ടത്തിൽ ഒന്നാം പേജിൽ ഫോട്ടോയില്ല, വാർത്തയുമില്ല, ഒരു ഗ്രാഫിക് വാർത്ത മാത്രമാണ്. സരിൻ കൈ ഉപേക്ഷിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രം പിടിക്കുന്ന ഒരു ഗ്രാഫിക് ഡിസൈനോട് കൂടിയ വാർത്ത. എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ഒന്നാം പേജിൽ
ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. കൈ പിടിച്ച് സന്ദീപ് വാര്യർ, BJP ബന്ധം ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായി കോൺഗ്രസിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ആ വാർത്തയ്ക്കൊപ്പം CPM നേതാക്കളുടെ പ്രതികരണമില്ല. ആ വാർത്തയ്ക്കൊപ്പം സരിൻ്റെ പര്യടനത്തിൻ്റെ ഫോട്ടോയില്ല. ആൾക്കൂട്ടത്തിൽ ഡോക്ടർ പി സരിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുമില്ല. ഇനി നമുക്ക് 9-ാം പേജ് നോക്കാം. 9-ാം പേജ് നിറയെ ഈ വാർത്തയാണ്. പ്രധാന പേജാണ് 9-ാം പേജ്. വാർത്തയും ഭീഷണവും എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പേജിനോടൊപ്പം തന്നെ നിൽക്കുന്ന പത്രത്തിൻ്റെ അകത്തെ പേജാണ് 9-ാം പേജ്. ആ 9-ാം പേജിൽ എത്ര വാർത്തകളാണ് നോക്കൂ. വിവരം ചോരാതെ കോൺഗ്രസിൻ്റെ മിന്നൽ നീക്കം, UDF ക്യാമ്പിൽ ആവേശം, രൂക്ഷ വിമർശനവുമായി സന്ദീപിന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച്, സന്ദീപ് വാര്യരുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ഒരു വാർത്ത. അപ്രസക്തമായ തിരക്കഥ എന്ന് പറഞ്ഞു കെ സുരേന്ദ്രന്റെ ഒറ്റക്കോളം വാർത്ത. BJPക്ക് നഷ്ടം, CPMന് പാളിയ മോഹം എന്ന് പറഞ്ഞുകൊണ്ട് CPMന് പാളിയ മോഹം. CPM സന്ദീപ് വാര്യരെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആ മോഹം പാളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അങ്ങനെ 9-ാം പേജിൽ നിറയെ സന്ദീപ് വാര്യർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒരു വലിയ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യരെ കൈപിടിച്ച് KPCC പ്രസിഡന്റിന്റെ കയ്യിലേൽപ്പിക്കുന്ന VD സതീശന്റെ ചിത്രം വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അതുമാത്രമല്ല, EP ജയരാജന്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. BJP കോൺഗ്രസ് ബന്ധത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള EP ജയരാജന്റെ പ്രതികരണം. സന്ദീപിനെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷിന്റെ പ്രതികരണം. കൂടുതൽ വില കൊടുത്ത പാർട്ടിയിലേക്ക് പോയി എന്ന് ശ്രീകൃഷ്ണകുമാർ, BJP നേതാവിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്ത. എന്ന് വെച്ചാൽ 9-ാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് സന്ദീപ് വാര്യരാണ്. എന്നാൽ നേരത്തെ ഡോക്ടർ പി സരിൻ CPMലേക്ക് വന്ന ഘട്ടത്തിൽ, കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന ഘട്ടത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല വാർത്ത. നേരത്തെ പറഞ്ഞതുപോലെ 1-ാം പേജിൽ ഒരു ഗ്രാഫിക് വാർത്ത, അതിനുശേഷം അകത്തെ പേജിൽ ചെറിയ ഒരു വാർത്തയിൽ ഇതെല്ലാം ഒതുക്കി 9-ാം പേജിൽ നിറയെ മറ്റു വാർത്തകളായിരുന്നു എന്നത് നാം ഓർക്കണം. ഇനിയിപ്പോൾ മലയാള മനോരമ എടുക്കാം. ഒക്ടോബർ 18-ാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രം എങ്ങനെയാണ് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നത് കൈകാര്യം ചെയ്തത്? 1-ാം പേജിൽ വാർത്തയില്ല. 1-ാം പേജിലെ വാർത്ത യഹ്യ സിൽവർ കൊല്ലപ്പെട്ടു, നെയ്യാറ്റിക്കര കോവളം അന്തരിച്ചു എന്ന 2 വാർത്തയും, റെയിൽവേ റിസർവേഷൻ ബുക്കിങ്ങിന് ഇനി 60 ദിവസം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും, ക്രിക്കറ്റ് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യ 46 റൺസിന് ഓൾ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുമുണ്ട്. ശേഷിക്കുന്നത് മുഴുവൻ പരസ്യമാണ്. രണ്ടാമത്തെ 1-ാം പേജിൽ വാർത്ത എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. രണ്ടാമത്തെ 1-ാം പേജിൽ വാർത്ത താഴെ 2 കോളം വാർത്ത. സരിൻ ഇടത് തിരിഞ്ഞു, കോൺഗ്രസ് പുറത്താക്കി, പാലക്കാട് സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. വയനാട്ടിൽ സത്യമൊക്കേരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത മാത്രം. പിന്നെ സന്നിധാനത്ത് നടന്ന വാർത്ത. പിന്നെ ദിവ്യയെ പുറത്താക്കി, PP ദിവ്യയെ CPM പുറത്താക്കി എന്ന വമ്പിച്ച വാർത്തയും കൊടുത്തിട്ടുണ്ട്. അവിടെയും സരിൻ ആ പേജിലും ഒരു 2 കോളത്തിൽ ഒതുങ്ങി. ഇനിയിപ്പോൾ 2 കോളത്തിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് ഇനി ക്ഷമിക്കാം. 9-ാം പേജ് എങ്ങനെയാണ് വാർത്ത നൽകിയത് നോക്കാം. 9-ാം പേജാണ് 1-ാം പേജ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോട് കൊടുക്കുന്ന വാർത്ത. 9-ാം പേജിലും പക്ഷേ ആ വാർത്ത എവിടെയും കാണാനില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. വാർത്തയുണ്ട്. CPMന് കല്ലുകടിയായി സരിൻ്റെ ക്രോസ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതും CPM വിരുദ്ധ വാർത്തയാണ്. CPMന് കല്ലുകടിയായി സരിൻ്റെ ക്രോസ് വോട്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ പി സരിൻ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഫോണിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ദൂരെ നിൽക്കുന്ന സരിൻ, ആ സരിൻ്റെ തൊട്ടടുത്ത ചുമരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയും. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സരിൻ്റെ CPMലേക്കുള്ള വരവ് ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന് വരച്ചു വെക്കുന്ന ചിത്രവും, അതോടൊപ്പം CPMന് കല്ലുകടിയായി സരിൻ്റെ ക്രോസ് വോട്ട് എന്ന വാർത്തയും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാതിരിക്കാൻ പാലക്കാട്ടെ CPMുകാർ കോൺഗ്രസിനെ സഹായിച്ചെന്ന ഡോക്ടർ പി സരിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഇടതുപക്ഷം ചേർന്ന ആദ്യ ദിനം തന്നെ CPMന് കല്ലുകടിയായി എന്ന് പറഞ്ഞുകൊണ്ട് സരിന് എതിരെയുള്ള വാർത്തയാക്കി അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ പത്രത്തിൽ വേറെ ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട് കാണാനില്ല. വരുന്നുണ്ട് മറ്റൊരു വാർത്ത, അത് 10-ാം പേജിലാണ്. കോൺഗ്രസിനെ തകർക്കുന്നത് 3 അംഗ കോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് സരിൻ്റെ വാർത്താ സമ്മേളനം വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നീട് സരിൻ്റെ ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതേപോലെ എന്ന് വെച്ചാൽ സരിൻ്റെ വാർത്ത എങ്ങനെയാണ് നൽകിയത്, അതേ
കോളം അതേ വലിപ്പത്തിൽ, അതിനേക്കാളും വലിയ വലിപ്പത്തിൽ വാർത്ത നൽകിയിരിക്കുന്നു. സരിൻ്റെ ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ഇങ്ങനെയാണ് അന്ന് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും സരിനെ തള്ളിക്കൊണ്ട്, സരിനെ വിമർശിച്ചുകൊണ്ട്, സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നത് കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്ന് നോക്കൂ, സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന വാർത്ത എങ്ങനെയാണ് മലയാള മനോരമ കൊടുത്തത്? ഒന്നാം പേജിൽ വലിയ വാർത്ത, കോൺഗ്രസ് ത്രിവർണം അണിഞ്ഞ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യരുടെ ഒരു ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പേജ് 9, 11 കൂടി വായിക്കുക എന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 9-ാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഫോട്ടോയും ചിത്രവുമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് ഇങ്ങനെ, കോയമ്പത്തൂർ വഴി പാലക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന വഴി ഏതൊക്കെ എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത. അതിനുശേഷം മറ്റൊരു വാർത്തയുണ്ട്, ED കേസ് മെല്ലെപ്പോക്ക് ചർച്ചയാക്കും, സന്ദീപിൻ്റെ വെളിപ്പെടുത്തലുകൾ ഭയന്ന് BJP, സന്ദീപിൻ്റെ പാർട്ടി മാറ്റം RSSും കൈവിട്ടതോടെ വിളിച്ചത് വെറുതെയായി, CPM നിലപാട് മാറ്റി എന്ന് തുടങ്ങിയ സൈഡ് സ്റ്റോറികളും നിരവധി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ 9-ാം പേജിൽ. ഇത് നമുക്ക് 11-ാം പേജിൽ എങ്ങനെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്? 11-ാം പേജ് വായിക്കണമെന്ന് 1-ാം പേജിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 11-ാം പേജിലേക്ക് കൂടി നമുക്ക് പോയി നോക്കാം. 11-ാം പേജ് വാർത്ത ഇങ്ങനെയാണ്, സരിൻ പോയത് സീറ്റ് തേടി, സന്ദീപ് വന്നത് ഉപാധിയില്ലാതെ. സതീശൻ്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കടയിൽ വലിയ കസേരകൾ ലഭിക്കട്ടെ എന്ന K. സുരേന്ദ്രൻ്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. സതീശൻ്റെ പ്രതികരണം വലിയ വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. CPM-ന് ദോഷമില്ലെന്ന് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഒറ്റക്കോളം വാർത്ത നൽകിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ പോയത് പറ്റിയ ഇടത്തേക്കാണോ? മന്ത്രി റിയാസിൻ്റെ ചെറിയ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ചേർന്നത് ഡീൽ, EP ജയരാജൻ്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഇന്ന് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലെത്തി കാണും എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് പോകുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കടയ്ക്കൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് K. മുരളീധരൻ്റെ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. AK ബാലൻ ആളുകളെക്കുറിച്ച് നല്ലത് പറയുന്ന ആൾ എന്ന് പറഞ്ഞ് മന്ത്രി MB രാജേഷിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വാർത്ത കൊണ്ട് നിറച്ചിട്ടുണ്ട് മലയാള മനോരമ ഇന്ന് സന്ദീപ് വാര്യരെ കുറിച്ച്. സന്ദീപ് വാര്യർ വലിയ സംഭവമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറും എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് മലയാള മനോരമയുടെ ഇന്നത്തെ പത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക. ഇത് മാധ്യമങ്ങളുടെ പതിവ് രീതി തന്നെയാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. എന്നിരുന്നാലും പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കോൺഗ്രസ് വിട്ട് ഒരാൾ CPM-ലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും വാർത്ത നൽകിയ മനോരമ എന്നാൽ ഇന്ന് സന്ദീപ് വാര്യരെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മലയാള മനോരമ വായിച്ചാൽ ആർക്കും മനസ്സിലാകും. എന്നാൽ മാതൃഭൂമിയാകട്ടെ 1-ാം പേജിൽ ഒരു ഗ്രാഫിക് വാർത്തയിൽ ഒതുക്കിയിരുന്നു ഡോക്ടർ P. സരിൻ്റെ കോൺഗ്രസ് വിട്ട് CPM-ലേക്കുള്ള വരുന്ന വാർത്ത. എന്നാൽ ഇന്ന് അത് മറ്റൊരു വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്, സന്ദീപ് വാര്യരുടെ വരവ്. അതോടൊപ്പം ഡോക്ടർ P. സരിൻ വന്നത് ഒന്നുമാകില്ല എന്ന് ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞ മാതൃഭൂമിയാകട്ടെ ഇന്ന് സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് വലിയ ബൂസ്റ്റാണ്, വലിയ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ പ്രതീതി ജനിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് ആ 2 വാർത്തകൾ 2 ദിവസത്തെ വാർത്തകൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ ആർക്കും മനസ്സിലാകും.